കത്തി എന്ന ഫിലിമിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ മാസ് BGM അതെങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലുപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ ആ ഒരു പാർട്ടുണ്ടല്ലോ, ആ പാർട്ടിന് ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ട് ഏകദേശം നമ്മുടെ കോർഗിൻ്റെ ഒക്കെ കീബോർഡിലാണെങ്കിൽ ബാഗ്ലാമ എന്ന് പറയുന്ന ഒരു ടർക്കിഷ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ടിനോട് ഏകദേശം സാമ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് ഏകദേശം എങ്ങനെയിരിക്കും, ഇങ്ങനെ വരും. അപ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഇഫക്റ്റീവ് ആകാൻ വേണ്ടി അതൊന്ന് ഒരു ലെയറൂടെ ആ സൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു മൈനസ് ഒക്ടേവും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ ഒക്ടേവും ഒരു മൈനസ് ഒക്ടേവും കൂടെ ഒരുമിച്ച് ഒറ്റ കീയിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി അത് ശ്രദ്ധിച്ച് കണ്ടോ, സ്ക്രീനിലേക്ക് നോക്കിക്കോ ഏതൊക്കെ കീസാണ് വരുന്നതെന്ന്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നോക്കിക്കോ, വളരെ സ്പീഡ് കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിക്കാം. ഇത്രയും. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബ്രാസ് സൗണ്ട് ഏതാണെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടും. അങ്ങനെ ഒരു ബ്രാസ് സൗണ്ട് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് വായിച്ച് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അതെങ്ങനെയാണ് ആ സെക്കൻഡ് പാർട്ട് വായിക്കുന്നതെന്ന് അവിടെ വളരെ സ്പീഡ് കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വെറുതെ ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു പാർട്ട് പോലെ അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനി ഫാസ്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ.